രാജ്യസഭാധ്യക്ഷൻ ജഗ്ദീപ് ധൻഖഡിനെതിരെ അവിശ്വാസവുമായി ഇന്ത്യ സഖ്യം. സഭാധ്യക്ഷൻ പക്ഷപാതപരമായി പെരുമാറുന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഭരണഘടനയുടെ 67B അനുച്ഛേദ പ്രകാരമാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. സജു തോമസ് വിവരങ്ങൾ നൽകും. സജു, ധൻഖഡ് പൂർണ്ണമായും ഭരണകക്ഷിക്ക് വിധേയനായി പ്രവർത്തിക്കുന്നു എന്നാണോ പ്രതിപക്ഷത്തിന്റെ ആരോപണം? എന്താണ് സഭയിൽ നടക്കുന്നത്? അമൃത, തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ അവിശ്വാസ പ്രമേയ നീക്കവുമായിട്ട് ഇന്ത്യ സഖ്യം നീങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ്. വലിയ പ്രതിഷേധമാണ് ഇരു സഭകളിലും അരങ്ങേറിയത്. രാവിലെ ലോക്സഭാ നടപടികൾ ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപായി പാർലമെന്റ് കവാടത്തിന് പുറത്ത് വലിയൊരു പ്രതിഷേധമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്നത്. പ്രത്യേകിച്ച് മോദിയുടെയും അദാനിയുടെയും സ്റ്റിക്കർ പതിപ്പിച്ച ബാഗുമായിട്ടാണ് വലിയൊരു പ്രതിഷേധവുമായിട്ട് എത്തിയത്. മോദിയും അദാനിയും ഒന്നാണ് എന്നുള്ള മുദ്രാവാക്യം മുഴക്കി പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും മറ്റ് പ്രതിപക്ഷ എംപിമാരും വലിയ പ്രതിഷേധവുമായിട്ട് വരുന്നു. പിന്നീട് പാർലമെന്റിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. ഉടൻ തന്നെ ഈ വിഷയങ്ങളൊക്കെയും ചർച്ച വേണമെന്നുള്ള സമാനമായിട്ടുള്ള ആവശ്യങ്ങൾ എല്ലാ തവണയത്തെ പോലെ ഇത്തവണ ഉന്നയിക്കുകയും പിന്നീട് അത് അംഗീകരിക്കാതെ വരികയും വലിയ ബഹളത്തിലേക്ക് പോവുകയും പിന്നെ ലോക്സഭ പിരിയുന്ന കാഴ്ചയാണ് കണ്ടത്. രാജ്യസഭയിലും സമാനമായ രീതിയിൽ വലിയ പ്രതിഷേധമാണ് കണ്ടത്. ഇരു സഭകളും 12 മണിവരെ നിർത്തിവെച്ചെങ്കിലും വീണ്ടും സഭ സമ്മേളിച്ച് ഉടൻ തന്നെ വലിയ പ്രതിഷേധം ആരംഭിച്ചതിനെ തുടർന്ന് ഇരു സഭകളും ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. അതിനിടയിലാണ് വലിയ പ്രതിപക്ഷ ബഹളം രാജ്യസഭയിൽ ഉണ്ടായത്. പ്രത്യേകിച്ച് ബിജെപി അധ്യക്ഷനും കേന്ദ്രമന്ത്രി കൂടിയായ JP നദ്ദ കോൺഗ്രസിനെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും വലിയ വിമർശനം ഉയർത്തി. സോറസുമായിട്ടുള്ള ബന്ധമായിരുന്നു പ്രധാനമായിട്ടും അദ്ദേഹം ആരോപിച്ചത്. കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും എന്താണ് ജോർജ് സോറസുമായിട്ടുള്ള ബന്ധമെന്ന് ലോക്സഭയിലും രാജ്യസഭയിലും ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ വിഷയങ്ങളൊക്കെ ഉന്നയിച്ച് വലിയൊരു പ്രതിഷേധമാണ് ഭരണപക്ഷത്തിന്റെ ഭാഗത്തുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസങ്ങൾ സഭാ സമ്മേളനമൊക്കെയും അലങ്കോലപ്പെടുത്തുന്ന നടപടിയാണ് ഭരണപക്ഷത്തിന്റെ ഭാഗത്തുണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടുള്ള എല്ലാവരുടെയും വിലയിരുത്തൽ ഈ കഴിഞ്ഞ ഒരു 8 ദിവസത്തോളമായിട്ട് വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിലൊക്കെ പ്രത്യേകിച്ച് അദാനി വിഷയം അതുപോലെ സമ്പൽ മണിപ്പൂർ വിഷയങ്ങളൊക്കെ ഉണ്ടായത്. എന്നാൽ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളോടുകൂടിയാണ് വലിയൊരു പ്രതിഷേധവുമായിട്ട് സോറസുമായിട്ടുള്ള വിഷയമായിട്ട് ഇപ്പോൾ ഭരണപക്ഷം വന്നിരിക്കുന്നത്. എന്തായാലും ജഗദീപ് ധൻഖറെ ഇംപീച്ച് ചെയ്യണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അതിന് നമുക്കറിയാവുന്ന പോലെ ജഗ്ദീപ് ധൻഖഡിനെതിരെ അവിശ്വാസ പ്രമേയവുമായി ഇന്ത്യ സഖ്യം രംഗത്തെത്തിയിരിക്കുന്നു. വിവരങ്ങളാണ് സജു തോമസ് പങ്കുവച്ചത്.